നമ്മൾ കഴിഞ്ഞ ദിവസം ഹീലിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? ഹീലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഹീലിങ്ങിനെ പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും പറഞ്ഞു. ഇനി ഹീലിങ്ങിലൂടെ ഉണ്ടാകുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. നമ്മൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അതിലേറ്റവും ആദ്യത്തെ കാര്യം, നമ്മളെ പറ്റി ഒന്ന് അവെയർ ആകും എന്നുള്ളതാണ്. നമ്മൾ കൂടുതലായിട്ട് നമ്മളുമായിട്ട് അലൈൻഡ് ആകും എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഇമോഷൻസ്, നമ്മളെങ്ങനെ പ്രതികരിക്കും, നമ്മളെ എന്തൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത്, അപ്പോൾ നമ്മളുടെ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ എന്താ നമ്മളുടെ മനസ്സിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അവെയറാകും. ഇങ്ങനെ അവെയർ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, നമ്മളുടെ ഇമോഷൻസിനെ കൂടുതലായിട്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവെയർ ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കും ഞാനിപ്പോൾ പ്രതികരിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതുപോലെ നമ്മളുടെ ട്രിഗേഴ്സ് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് ദേഷ്യം, സങ്കടം, എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് മോശമാവുക എന്നായിരിക്കും ഇപ്പോൾ ചിന്തിച്ചത് അല്ലേ? എക്സൈറ്റ്മെൻറ്റ് നമ്മളെ കൊണ്ട് വളരെ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് എടുപ്പിക്കും. അത് നമുക്ക് എപ്പോഴും നല്ലതാകണമെന്നില്ല. അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒരിക്കലും ഒരു വീഡിയോയിൽ പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളോട് നല്ല റെസ്പെക്റ്റ് ഉണ്ടാവും, ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം, നമ്മൾ ഈ ചെറുപ്പം മുതലേ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുമോ, അവർക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സ്, അവർക്കിഷ്ടപ്പെടുന്ന ആഹാരം, അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കുക, അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക, ഇങ്ങനെ പഠിച്ച് വന്ന ആൾക്കാരാണ് അല്ലേ? അത് ആരുടെയും കുറ്റമല്ല, നമ്മളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ മുമ്പത്തെയോ ജനറേഷൻ അതാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് അവർ നമ്മളുടെ മേളിലും അവർ ഇമ്പോസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഹീലായി കഴിയുമ്പോൾ നമ്മൾ ഈ മറ്റൊരാളിൻ്റെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയില്ല. നമ്മൾക്ക് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവും. നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ പണ്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളപ്പോൾ ഞാനിത് പറയുമ്പം എങ്ങനെയായിരിക്കും അത് നിങ്ങൾ റിസീവ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നെ ലോകത്തെ ഏറ്റവും മോശമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ വ്യക്തിയായിട്ട് പരിഗണിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നല്ല ഡ്രസ്സ് ഇടാതെ, എനിക്കതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു, നല്ലൊരു ഡ്രസ്സ് ഇടാൻ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. അത് നമുക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഗിൽറ്റ്